Welcome back to AMI Kitchen. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കുങ്കുമപ്പൂ ഇട്ട് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുങ്കുമപ്പൂ ആമി കണ്ടിട്ടുണ്ടോ? ഇതാണ് കുങ്കുമപ്പൂ. ഓക്കെ, വളരെ വിലപിടിപ്പുള്ളൊരു സാധനമാണ്. പണ്ടൊക്കെ ആൾക്കാർ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ കുങ്കുമപ്പൂവാണ് കൊണ്ടുപോകണത്. ഇപ്പോൾ ആൾക്കാർ സ്വർണ്ണമാണ് കൊണ്ടുപോകണത്. പണ്ടൊക്കെ കുങ്കുമപ്പൂവാണ് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുങ്കുമപ്പൂ ഇട്ട് നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. എന്തൊക്കെ വേണം നോക്കാം. ഓക്കെ, ഒണിയൻ വേണം, സെലറി, കുറച്ച് കുങ്കുമപ്പൂവ്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ക്രഷ് ചില്ലി, പിന്നെ കുക്കിംഗ് ക്രീം, പിന്നെ കറി. അത് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഗ്രീൻ ചില്ലി, ചെറി ടൊമാറ്റോ, കുറച്ച് പെപ്പേഴ്സ്, കുറച്ച് ഓണിയൻ, പിന്നെ ചെമ്മീൻ, കുറച്ച് ഒലിവ് ഓയിൽ. ഓക്കെ, ഇത്ര സാധനങ്ങൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഒരു പാൻ ചൂടാക്കുക, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഓക്കെ, ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കുക. കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, വെളുത്തുള്ളി ഇങ്ങനെ എത്രയായിട്ട് വഴറ്റി വരുന്ന സമയത്തായിരിക്കും കുറച്ച് ഓണിയനും സെലറി ചോപ്പ് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയിട്ട് അതിൽ കുറച്ച് ക്രഷ് ചില്ലി, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇത്തിരി എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് ക്രഷ് ചില്ലി കൂടുതൽ ഇടുക. ഞാനൊരിപ്പോൾ ഇത്തിരി കൂടുതൽ ക്രഷ് ചില്ലി ഇട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചില്ലി ഇട്ടുണ്ട്. ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴറ്റി കുറച്ച് പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് പെപ്പറാണ്, കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ നന്നായിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഒരു ലിറ്റർ കുക്കിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഒന്ന് വാങ്ങിക്കാൻ കിട്ടും, ലുലുവിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നല്ല തിക്ക് കുക്കിംഗ് ക്രീം വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് കുങ്കുമപ്പൂവ്, അതായത് ഒരു 2 ഗ്രാം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഒരു 10 ലിറ്റർ സോസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പിഞ്ച് അതിൽ നിന്ന് മതി. ഓക്കെ, വളരെ വില കൂടുതൽ സാധനമാണ്, അതുകൊണ്ട് നോക്കിയൊക്കെ ഇടണം. അതുകൊണ്ട് അതിൻ്റെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളറ് മാറി വരും, നല്ല യെല്ലോ കളർ. ഇപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ട് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാം. ഓക്കെ, കറി ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചട്ടി വയ്ക്കുക. ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്തിട്ട് കുറച്ച് സ്ലൈസ് വെച്ചാണ് ഓണിയൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, സോസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. സോസ് എടുത്ത് മാറ്റി വെച്ചോ. ഓണിയൻ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കും നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം, കളർഫുൾ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ യെല്ലോ ക്യാപ്സിക്കവും റെഡ് പെപ്പറും ഉണ്ട്, അതിലേക്ക് ഇതിടുക. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഓക്കെ, ഇനി അതിലേക്ക് കുറച്ചും കൂടി എരിവ് ക്രഷ് ചില്ലി കുറച്ചും കൂടി ഇട്ടുണ്ട്. നന്നായിട്ട് എരിവ് വേണം എന്ന് പറഞ്ഞാൽ വേറെ മസാല ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത്തിരി എരിവിന് ഇതിരുന്നോട്ടെ. കുറച്ച് ക്രഷ് ചില്ലി കൂടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ചെമ്മീനിടാം. ക്ലീൻ ചെയ്ത് വെച്ചാണ് ചെമ്മീൻ, ഒരു 10-12 പീസ് ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ചെമ്മീൻ നന്നായി, വലിയ ചെമ്മീനോ ചെറിയത്, ഇപ്പോൾ ഇതിന് ഇടത്തരം മീഡിയം സൈസ് ചെമ്മീനാണിത്. അത് നന്നായിട്ട് അതിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ചെമ്മീൻ ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് സോസ് അതിലേക്ക് ഒഴിച്ചേക്കുക. കുറച്ച് സോസ് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് 2-3-4 പീസ് ചെറി ടൊമാറ്റോ ഇടാം, എന്നിട്ട് സോസ് ഒഴിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ സോസ് നല്ല തിക്കായിട്ടുള്ള സോസാണ്. ഓൾറെഡി നമ്മുടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അതിലേക്ക് ഓൾറെഡി ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സ്ലോ ഫയറിൽ എടുത്ത് വയ്ക്കുക. അപ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും ഗ്രേവി. അതിലേക്ക് കുറച്ച് പാഴ്സലി, ചോപ്പ് ചെയ്ത പാഴ്സലി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂ ഇട്ട് നല്ല ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ വന്ന് നല്ല കളറായിട്ടുണ്ട്. ഇപ്പം